ഹായ് ഓൾ, എല്ലാവർക്കും മെയ്സ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ഫസ്റ്റും സെക്കൻഡും ഫേസ് ആയിട്ട് ഡിഗ്രി പ്രിലിംസ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതിന് എക്സാമുകൾ ഉണ്ടാവും. അപ്പോൾ വിവിധ കാരണങ്ങളാൽ ഈ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്ത മത്സരാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരം. അപ്പോൾ നമ്മുടെ PSC പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. വിവിധ കാരണങ്ങളാൽ ഈ എക്സാം എഴുതാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് മതിയായ രേഖകൾ സഹിതം അതായത് PSC ഓഫീസുകളിൽ ബന്ധപ്പെടുകയാണെങ്കിൽ വരാൻ പോകുന്ന അടുത്ത സ്റ്റേജിൽ നിങ്ങൾക്കും എക്സാം എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. 2/5/2026 16/5/2026 നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഈ രണ്ട് ഫേസിലും എഴുതാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് മതിയായ രേഖകൾ സഹിതം അവരവരുടെ പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടുന്ന PSC ഓഫീസിൽ നേരിട്ടോ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തുന്ന വ്യക്തി മുഖേനയോ അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ അടുത്ത സ്റ്റേജായ അതായത് 6/6/2026 നടക്കാൻ പോകുന്ന എക്സാമുകളിൽ നിങ്ങൾക്കും അവസരം ലഭിക്കുന്നതാണ്. ഇപ്പോൾ PSCയുടെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ആനുകൂല്യം നിങ്ങൾ വിനിയോഗിക്കുക. അപ്പോൾ നമ്മുടെ PSC ഓഫീസുകളിൽ നിങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തുന്ന വ്യക്തി മുഖേനയോ എത്തുകയാണെങ്കിൽ, തക്കതായ കാരണം സഹിതം എത്തുകയാണെങ്കിൽ നിങ്ങൾക്കും അടുത്ത സ്റ്റേജിൽ എക്സാം എഴുതാനായിട്ട് സാധിക്കും. എന്താണ് ഇവിടെ പറയുന്നത്? തിരുവനന്തപുരം ജില്ല ഒഴികെ തിരുവനന്തപുരം ജില്ലയിലുള്ളവർ എവിടെയാണ് എത്തേണ്ടത്? PSC ആസ്ഥാന ഓഫീസിൽ എത്തുക. ബാക്കിയുള്ളവരെല്ലാം അതായത് ജില്ലാ PSC ഓഫീസുകളിലായിട്ട് എത്തിച്ചേർന്ന് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. 19/5/2026 മുതൽ, അതായത് ഇന്ന് മുതൽ 23/5/2026 വരെ, 23/5/2026 വൈകുന്നേരം 5:15 വരെ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. 19/5/2026 മുമ്പ് നൽകിയിട്ടുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. അപ്പോൾ 19/5 മുതൽ, അതായത് ഇന്ന് മുതൽ 23/5/2026 5:15 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് PSC പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. സ്വീകാര്യമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. PSC പരീക്ഷാ ദിവസം അംഗീകൃത സർവകലാശാലകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തുന്ന പരീക്ഷയുള്ള ഉദ്യോഗാർത്ഥികൾ 2 പരീക്ഷകളുടെയും അഡ്മിഷൻ ടിക്കറ്റ് ഹാജരാക്കിയാൽ അവ സ്വീകരിക്കാവുന്നതാണ്, അവ പരിഗണിക്കുന്നതാണ്. അതായത് ഏതെങ്കിലും സർവകലാശാലകളുടെ പരീക്ഷകൾ അന്ന് PSC ആ എക്സാം നടത്തുന്ന അന്നുണ്ടെങ്കിൽ 2 പരീക്ഷകളുടെയും അഡ്മിഷൻ ടിക്കറ്റുമായിട്ട് നിങ്ങൾ PSC ഓഫീസിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന സ്റ്റേജിൽ PSC എക്സാം എഴുതാനായിട്ട് സാധിക്കും. പിന്നീട് നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അഡ്മിഷൻ ടിക്കറ്റിന്റെ പകർപ്പ്, ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം അപേക്ഷിച്ചാൽ അതും പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ നിയമസഭാ ഇലക്ഷനുമായി, നമ്മുടെ ഇലക്ഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അപേക്ഷയായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കും അവസരം ലഭിക്കുന്നതാണ്. പിന്നീട് ആക്സിഡന്റ് സംഭവിച്ച് ചികിത്സയിലുള്ളവർ, അസുഖബാധിതർ എന്നിവർക്ക് അഡ്മിഷൻ ടിക്കറ്റിന്റെ പകർപ്പ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് എന്നിവ സഹിതം അപേക്ഷിച്ചാൽ അതും സ്വീകരിക്കുന്നതാണ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റോ മറ്റ് ചികിത്സയിലോ ഒക്കെ ഉള്ളവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റും പിന്നീട് ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് അതായത് PSC ആസ്ഥാനത്ത് അപേക്ഷ സമർപ്പിച്ചാൽ ആ അപേക്ഷയും സ്വീകരിക്കുന്നതാണ്. പ്രസവ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ അഡ്മിഷൻ ടിക്കറ്റിന്റെ പകർപ്പ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് എന്നിവ സഹിതം അപേക്ഷിച്ചാൽ ആ അപേക്ഷയും സ്വീകരിക്കുന്നതാണ്. അതായത് പ്രസവ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരൊക്കെ അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് സഹിതം അപേക്ഷ നൽകിയാൽ ആ അപേക്ഷയും പരിഗണിക്കുന്നതാണ്. ഓക്കെ, അടുത്ത പ്രഗ്നൻസി സംബന്ധിച്ച കേസുകളിൽ പരീക്ഷയുടെ അടുത്ത ദിവസങ്ങളിൽ ഡെലിവറി പ്രതീക്ഷിച്ച ഉദ്യോഗാർത്ഥികൾ, പരീക്ഷാ ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നവർ, റെസ്റ്റ് ആവശ്യമുണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾ എന്നിവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ്, അഡ്മിഷൻ ടിക്കറ്റിന്റെ പകർപ്പ് എന്നിവ സഹിതം അപേക്ഷിച്ചാൽ അപേക്ഷ സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, പരീക്ഷാ ദിവസം സ്വന്തം വിവാഹം നടന്ന ഉദ്യോഗാർത്ഥികൾ തെളിവ് സഹിതം അപേക്ഷിച്ചാൽ ആ അപേക്ഷയും പരിഗണിക്കുന്നതാണ്. അപ്പോൾ എക്സാമിന്റെ അതേ ദിവസം സ്വന്തം വിവാഹം നടന്നുള്ള ഉദ്യോഗാർത്ഥികളുടെ അവർ തെളിവ് സഹിതം അപേക്ഷ സമർപ്പിച്ചാൽ ആ അപേക്ഷ പരിഗണിക്കുന്നതാണ്. ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളുടെ മരണം മൂലം പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ ആ അപേക്ഷയും പരിഗണിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് PSC പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ രേഖാമൂലം PSC ഓഫീസിൽ അപേക്ഷ നൽകിയാൽ
വരാൻ പോകുന്ന 3ാമത്തെ ഫേസിൽ നിങ്ങൾക്കും PSC എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതൊക്കെ എന്താണ്, നമുക്ക് നമ്മുടെ PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ മസ്റ്റ് നോ എന്ന ലിങ്കിൽ നിന്ന് എന്താണ് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഈ അവസരം, നിങ്ങൾ എക്സാം എഴുതാൻ സാധിക്കാത്ത മത്സരാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. വരാൻ പോകുന്ന എക്സാമുകളിൽ നിങ്ങളും അറ്റൻഡ് ചെയ്യണം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.